ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ നെന്നൂസിന് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിയതാണ്. ഞാനുമായിട്ട് നെന്നൂസും കൂടി പോയി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതും. അങ്ങനെ ഞങ്ങളിത് തുറക്കണം. അപ്പം ഞാനിത് തുറന്നിട്ടാന്ന് വെച്ചാൽ അധികം വെയിറ്റ് ഇല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് പുറത്തോട്ട് വരണുണ്ടായിരുന്നില്ല കേട്ടോ. എവിടേക്കോ തങ്ങി നിന്നിട്ടോ. അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ പിടിച്ച് വലിക്കേണ്ടായിരുന്നു, എന്നിട്ട് കിട്ടാനുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അമ്മനോട് പറഞ്ഞു, അമ്മ അവിടെ നിന്ന് പിടിച്ച് വലിക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ ആ സൈഡിൽ നിന്ന് വലിച്ചപ്പോൾ എനിക്കത് വലിക്കാൻ കിട്ടി കേട്ടോ. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ എടുക്കുകയാണേ. അപ്പോൾ അതേ പുറത്തേക്കൊക്കെ എടുത്തു. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ വസ്തു ഞങ്ങൾ വാങ്ങിയത്. വാവക്കൊരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. അപ്പോൾ ഈ മുമ്പ് നെന്നൂസ് ബെഡിലിരുന്നൊക്കെയാണ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ കഴുത്ത് വേദന എടുക്കണമെന്ന് പറയണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നെന്തായാലും പുറത്ത് പോയപ്പോൾ അത് കണ്ടു, അപ്പോൾ വാങ്ങിയതാട്ടോ. പിന്നെ നെന്നൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് മറ്റേ പൂച്ചയുടെ പിക്ചറൊക്കെ ആയിരുന്നു കൊടുത്തത്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ നെന്നമ്മക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഇതേ നിവർത്തിയൊക്കെ വെക്കുകയായിരുന്നു. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ഹൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അധികം ഒരുപാട് ഹൈറ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നെന്നൂസിന് അത് ചെറുതായിരിക്കും, എന്നാലും അധികം കുഴപ്പമില്ല. നെന്നൂസിന് വെച്ചിരുന്ന് പഠിക്കാനും എഴുതാനൊക്കെ പറ്റിയൊരു ടേബിളായിരുന്നു കേട്ടോ. അപ്പോൾ നെന്നൂസ് വേഗം അത് നിവർത്തിയിടുന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഇരുന്നാൽ മതി എന്നും പറഞ്ഞിരിക്കുകയായിരുന്നേ. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നെന്നൂസ് വന്ന് ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെന്നമ്മക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നെന്നമ്മക്ക് ഇനി അധികം കുനിഞ്ഞിരുന്ന് കഴുത്ത് വേദനെടുക്കാതൊക്കെ എഴുതാമല്ലോ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ പിക്ചർ. ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്ക് വന്നിരിക്കാനും തോന്നും, അട്രാക്ഷനും തോന്നും. അപ്പം നെന്നൂസ് നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ നെന്നൂസ് കുറേ നേരത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങാനുണ്ടായില്ല കേട്ടോ. അവിടെ തന്നെ ഇരിക്കില്ലായിരുന്നു. അത് അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചൊക്കെ ഇരിക്കൽ തന്നെയായിരുന്നു പണി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സ്റ്റഡി ടേബിളായിട്ട് വാങ്ങിയ സാധനത്തിലിരുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാത്ത ആൾ. ഇപ്പം അത് വാങ്ങിച്ച കാരണം ഞാൻ കഴിച്ചുകൊണ്ട് ചോറ് എടുക്കണം പറഞ്ഞ് സ്വന്തം ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.